ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാനൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഉണ്ടെങ്കിൽ വെൽക്കം ഗൈസ്. കുറച്ചധികം നാളായി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ആക്ച്വലി എനിക്ക് മടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മടി കാണിച്ചിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാവും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പുറകിലിരിക്കുന്ന സ്വിച്ച് ബോർഡ് കാണുന്നത് കാരണമാണ് ഞാനിങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ വീഡിയോയ്ക്കൊക്കെ വന്നിരിക്കുന്ന കാരണം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ എന്തൊക്കെയോ കാണിക്കുകയാണ്. എനിക്ക് ആ ഹെഡ് ബാൻഡ് പോലും മര്യാദയ്ക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് രാത്രിയാണ് വോയിസ് ഓവർ ചെയ്യുന്നതും വീഡിയോ ഒക്കെ എടുത്തതും. സോ എന്തെങ്കിലുമൊക്കെ ഞാൻ പരസ്പര ബന്ധമില്ലാതെ പറയുകയോ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മളൊരു സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആക്ച്വലി ഇത് നമുക്ക് നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചന്ദനമാണ്. നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, സാൻഡൽവുഡ് പൗഡർ, അതാണ്. ഇത്രയും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ഒരു മുഖത്തിന് വേണ്ടിയിട്ടല്ലേ, ഇരുന്നാൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി. ഇനി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അതൊരു പിഞ്ച് മാത്രം മതി കേട്ടോ, അത്രയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫേസ് മാസ്കിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻസോ ഡാർക്ക് സ്പോട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും. കാര്യം നമ്മുടെ ഫുൾ ഫേസ് വന്നിട്ട് ഡാമേജായി ഡള്ളായിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാത്രമായിട്ട് എടുത്ത് കാണിക്കത്തില്ല. പക്ഷേ ഈ ഒരു മാസ്ക് ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കും, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ആക്ച്വലി നമുക്കത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ. തേനും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയാണ്. നാരങ്ങയുടെ കുരുവൊക്കെ ആയിട്ട് ഞാൻ ഈ പാതിരാത്രി കടന്ന് യുദ്ധമാണ്. ഓക്കെ ഗൈസ്, ആക്ച്വലി നമ്മളിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടറോ പാലോ തൈരോ വെച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ സ്കിന്നിൽ റോസ് വാട്ടർ നല്ല രീതിയിൽ വർക്ക് ആവുന്നതാണ്. പിന്നെ എനിക്ക് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആവാറുണ്ട്. നല്ലോണം സ്കിന്നിനെ സൂത്തൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദനത്തിൻ്റെ പൊടി നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് പകരമായിട്ട് മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യാം. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനും ഹെൽപ്പ് ചെയ്യും. ബട്ട് സ്റ്റിൽ ചന്ദനത്തിൻ്റെ പൊടിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങൾക്കില്ലെങ്കിൽ മാത്രം നമുക്ക് മുൾട്ടാനി മിട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് പകരം രക്തചന്ദനത്തിൻ്റെ പൊടി യൂസ് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. കാര്യം ഞാൻ അത് അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മുന്നേ ഈ ഒരു പാക്കിൻ്റെ ഒപ്പം അല്ലാതെ മുന്നേ കൊച്ചിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു വളർന്നതിന് ശേഷം ഞാൻ അങ്ങനെ അധികം അത് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് അത് യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പം എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനതൊന്ന് കുറച്ചുകൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടാണ് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രഷിനൊന്നും വേണമെന്നില്ല കേട്ടോ, നമുക്ക് സാധാരണ കൈവച്ചും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബട്ടറി സോഫ്റ്റ് അല്ല സംഭവം. ഇതിൻ്റെ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ അങ്ങനെ ഒരു സാധാരണ പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കിയെടുത്ത മാതിരിയാണ് റോസ് വാട്ടറിലായാലും മിക്സ് ചെയ്താൽ ഉണ്ടാവുക. അതുകൊണ്ട് ഇത് നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമ്മൾ നാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു മണം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് പച്ച നാരങ്ങയാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല ഇത്ര മണം. ആക്ച്വലി എനിക്ക് നാരങ്ങയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സൂത്തിങ് ആയിട്ട് തോന്നി. മേ ബി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മൂഡ് ഔട്ടായിട്ട് ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു നാരങ്ങയുടെ സ്മെല്ലൊക്കെ നല്ലതാണ്. സോ ഈ ഒരു പാക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി നന്നായിട്ട് ഇഷ്ടമായി. കുറേ നാളിന് ശേഷമാണ് ഞാൻ ലെമൺ യൂസ് ചെയ്യുന്നത്. കാര്യം എനിക്ക് ലെമണിന് സെൻസിറ്റീവാണ് എൻ്റെ സ്കിന്ന്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാത്തത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഗുണഗണങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാതിരിക്കാനും തോന്നൂല. സോ ഞാൻ വർഷത്തിലൊരിക്കൽ ആണ്ടിൽ സംക്രാന്തിക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ വല്ലപ്പോഴും കൂടെ യൂസ് ചെയ്താൽ മതി. നാരങ്ങ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് നമുക്ക് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ അത്ര നല്ലതല്ല, പക്ഷേ ചിലർക്ക് നല്ലോണം വർക്ക് ആവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അത് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഞാനിതൊരു 5-6 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെച്ചിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. കാര്യം സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ. സോ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും യൂസ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് പോകാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. ബൈ.